വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വീഡിയോ ഒരുച്ചൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പില്ല, ഞാൻ എഴുന്നേറ്റ് വരുമല്ലായിരുന്നു, ഞാൻ കുറച്ചേറെ എഡിറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചേറെ കാര്യങ്ങൾ വീട്ടിൽ നടന്നു. AC വന്നില്ലായിരുന്നു, അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. കാണിച്ചു തരാം. അന്ന് ഫിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു AC, പക്ഷേ ആ പ്ലഗ് പോയിന്റ് വെക്കാൻ ഇലക്ട്രീഷ്യനെ വെക്കേണ്ടി വരും. ഇലക്ട്രീഷ്യൻ വെക്കേണ്ടി വരും. ബോയ്സ് അപ്പോൾ ഇതാണ് AC. ഇതിന്റെ വയർ ഇവിടെ വരെ കിടക്കുന്നുണ്ട്, ദേണ്ട് വെറുതെ കിടക്കുന്നു. അപ്പോൾ അവിടെ ഒരു സോക്കറ്റ് ഉണ്ടാക്കേണ്ടി വരും. അത് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഓണാക്കാം. ചെറുതായിട്ട് അവർ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു പ്രാവശ്യം ഓണാക്കിയായിരുന്നു. തണുപ്പുണ്ടെന്ന് എനിക്ക് ഫീൽ ആയി. എന്തായാലും ഇത് ഓണായി കഴിഞ്ഞാൽ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. പിന്നെ കൊറിയർ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് അൺബോക്സിംഗ് ടൈം വിത്ത് അർജുൻ MP. അപ്പോൾ ഇതിനകത്ത് എന്തുവാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തോ ഓർഡർ ചെയ്തായിരിക്കും ഞാൻ. നമുക്ക് നോക്കാം. എന്താണ് മോനെ ഫ്രഷ് എന്നൊക്കെ എഴുതിയിരിക്കുന്നില്ല. ഇറങ്ങി ആ കടിക്കരുത്. ഓ, ഇത് ക്യാമറയുടെ ലെൻസ് ക്ലീൻ ചെയ്തത്. എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ അനിയന് കൊടുത്തു വിട്ട്. ഇനി വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 2 ഓർഡർ ചെയ്താ കൊള്ളാമല്ലോ. ഇനി എന്തുവാ, ഇതൊരു ബോട്ടിലാണല്ലോ ഇത്. ഓ, ബ്രാസോ എന്ന് അറിയാമോ? ഇത് മറ്റേ വിളക്കും ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ പോളിഷ് ചെയ്യുന്നതിന് വേണ്ടിയാ. ബ്രാസും കോപ്പറും സിങ്കും സ്റ്റീലൊക്കെ നല്ല സാധനമാണ്. ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബ്രാസോ. അപ്പൊ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ലെൻസ് ഇതില്ല പറ്റത്തില്ല കേട്ടാ. ഇതില്ല, എനിക്ക് ക്യാമറ ഞാൻ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ക്യാമറ ചളിയാവും. അപ്പോൾ തുടക്കാനായിട്ട് വേണം. ഇതിനകത്ത് മൈക്രോ ഫൈബറും ഉണ്ട്. മൈക്രോ ഫൈബർ ഇരിക്കുന്നുണ്ട് അതിനകത്ത്. അച്ഛൻ വന്ന് മാങ്ങയായിട്ട്. അച്ഛന് വേണ്ടി ഇത് ആ സാധനം. ഗേറ്റ് അടച്ചിട്ട് കരിമ്പായി നീ മിണ്ടരുത്, നീ എന്നെ മാന്തിപ്പ. ഒരാത്മാർത്ഥയില്ല, ഒരു ഊള പൂച്ചയാണ്. ഒരാത്മാർത്ഥയില്ല അവന്. അച്ഛൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് 350 325. രണ്ടെണ്ണം മാങ്ങ വേണ്ട, മാങ്ങ. അല്ല, AC-യുടെ കാര്യം, AC-ക്ക് മറ്റേ അവിടെ 3 പിന്ന് കുത്തണം. 3 പിന്ന് കുത്താനായിട്ട് അത് AC ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാരായിരുന്നു. അവൻ ആലപ്പുഴയിൽ അങ്ങനെ വർക്കാണ്, മറ്റവന് മെയിൻ വർക്കിന്. അവൻ ഒരാളെ വിട്ടായിരുന്നു ഇവിടെ. അപ്പൊ ഇപ്പം അച്ഛൻ ഉച്ചയ്ക്ക് വന്ന് എപ്പോ കണ്ടെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ ചോറിനാൻ വന്നപ്പോ ഞാനുണ്ടായിരുന്നു. ഞാൻ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് 3 പിന്ന് വെക്കണം. 3 പിന്ന് നാളത്തേക്ക് വെക്കുമ്പോ ഇപ്പൊ ഓൾറെഡി ഫിറ്റ് ചെയ്ത് 3 പിന്ന് മാത്രം വെച്ചാൽ മതി. 25 മിനിറ്റ് നാളെ മേടിച്ചിട്ട് പറഞ്ഞ് പോയി പോയത്. കൊള്ളാം. അതിന്റെ അകത്തുകൂടി എടുക്കുന്നത്. എന്തായാലും കുറച്ച് തൈര് മേടിച്ചിട്ട് വരാം. ഇത്രയും മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാംഗോ ലസ്സി ആക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡയറ്റ് തുടങ്ങും കേട്ടാ, മറ്റേ കാർണിവർ ഡയറ്റ്. എന്തായാലും എനിക്ക് കുറച്ച് ഫുഡിൻ്റെ വീഡിയോ കൂടി ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ നാളെ പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാർണിവർ ആയിരിക്കും. പിന്നെ നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് വെറൈറ്റി മീഡിയക്കകത്ത്. അപ്പം ഇൻ്റർവ്യൂവിന് പോയി കേട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു മെയിൻ ചാനൽ വീഡിയോയ്ക്ക് വേണ്ടി അതെടുക്കാൻ വേണ്ടി ഒരു 3, 4, 5, 6 ഒരാഴ്ച അങ്ങനെ കണ്ടൊക്കെ പോകുമായിരിക്കും. 2 പാക്കറ്റ് മേടിച്ചിരിക്കുന്ന ഫുള്ളും നിറച്ചുണ്ടാക്കാൻ പോയത്. പെട്ടെന്ന് മാംഗോ ലസ്സി എടുക്കുക. ഇത് എടുക്കണമല്ലോ, ഈ മാങ്ങ എടുക്കണം. 2 എടുത്തേക്കാം. എൻ്റെ ലസ്സി അങ്ങനെ നോക്കട്ടെ. എത്ര ലിറ്റർ കാണും ഇത്? ഗ്ലാസ് എടുക്കായിരുന്നു. ഇറങ്ങി വാ. കൊള്ളാം. എൻ്റെ ലസ്സി കണ്ടാ മോനെ. എന്നാലും ഞാൻ ഇത് കുടിക്കട്ടെ. ഇന്ന് എനിക്ക് എറണാകുളത്ത് പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു, നാളെ ഇൻ്റർവ്യൂക്ക് വേണ്ടി. നടന്നില്ല. കൊള്ളാം. ഇപ്പോൾ ഓൾറെഡി ഉള്ളതിന് ഇനി ഇടാം. മാച്ചിനൊക്കെ പോയി എവിടെയെങ്കിലും കുറേ കറങ്ങാൻ പോകണം. വല്ലായിട്ട് ദൂരം പോകാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് വരാം. ഞാൻ കടയിൽ എത്തിയപ്പോൾ അച്ഛയോടെ ഇപ്പോൾ ഉണ്ട്, അമ്മ അവിടെ പോകുന്നു. അമ്മ എന്നെ കണ്ടില്ലേ? വരുന്നുണ്ടാ? നമ്മൾ പോവാണല്ലോ ഒറ്റയ്ക്ക്. കടയിൽ പോകുന്ന വിചാരിച്ച അമ്മ ഒറ്റയ്ക്ക് പറഞ്ഞു ചാടി അങ്ങോട്ട് പോയിട്ട് അമ്മയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു. എന്നാ മേടിച്ചു കയറ്റി പോവാണല്ലേ. സ്വിച്ച് ബോർഡ് വെച്ചാ അച്ഛൻ പറഞ്ഞ് നാളത്തേക്ക് വരുമെന്ന്. നാളത്തേക്കാ? ഞാനിവിടെ അവിടെ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നാളെ വന്നായിരുന്നില്ല. ഇന്ന് AC കിടക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നായിരുന്നല്ലേ? അയ്യോ, AC കിടക്കാൻ ഇതിന് മുന്നേ AC ആരും കണ്ടിട്ടില്ലല്ലോ. AC ആൾക്കാർ കണ്ടിട്ടുണ്ട്. അമ്മ ഇവിടെ പുകഞ്ഞിടക്കുമല്ലോ. ഓരോരുത്തരൊക്കെ AC കിടന്ന് ഉറങ്ങുന്നത്. നമ്മളിവിടെ പാവപ്പെട്ട അത് ആരെയൊക്കെ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്നെ മാത്രം ഉദ്ദേശിച്ച് കുത്തി പറഞ്ഞതൊക്കെ ഉണ്ട്. ഇപ്പൊ എപ്പോഴോ ഒരു AC എങ്ങനെയോ വന്ന് ഇപ്പതേ അപ്പടി AC കിടന്ന് ആര് കിടന്ന് അവിടെ കിടന്ന് ഇടി വീഴാനാ. എനിക്കിപ്പോ തൽക്കാലം ഒരു AC വേണ്ട, ഉള്ള AC-ക്ക് വല്ലതും കിട്ടുമല്ലോന്ന് നോക്ക്. അതിന് ആരോ വന്നിട്ട് നാളത്തേക്ക് വരും പറഞ്ഞ് പോയി കണ്ട ഇത് അങ്ങനെയാണ്. എന്തെങ്കിലും നടക്കാല്ലേ നോക്ക്. നമുക്ക് നെയ്ബർ ആൻഡി പാൽപ്പായസം കൊണ്ടുവന്നിരിക്കുന്നു അമ്പലത്തില്. അമ്മയ്ക്ക് കഴിക്കാറില്ല. അമ്മയ്ക്ക് കഴിക്കാറില്ല. അമ്മയ്ക്ക് കഴിക്കാറില്ല. കോള് വന്ന് കുടിച്ചോ ഇപ്പം? കുറച്ച് കുടിക്കട്ടാ, കൊടുക്കത്ത മധുരം. എന്തായാലും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ കുടിച്ചോളൂ. അമ്മ ഒറ്റയ്ക്ക് കോളിൽ ബിസിയായി. കൂടുതൽ കുടിച്ച അമ്മയ്ക്ക് തന്നെ ദോഷം. വേറെ പുറത്ത് പോയിട്ടാ. ബോയ്സ്, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ ടൗണിലോട്ട് വന്നിട്ടുണ്ട്. നാളെ തൊട്ട് മറ്റേ എന്തുവാ ഫുഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ചാലഞ്ചിന് വേണ്ടി നാളത്തേക്ക് ഞാൻ പോകും. അത് കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ കാർണിവൽ ഡയറ്റായിരിക്കും. പിന്നെ സെറ്റ് എല്ലാം വീട്ടിൽ നിന്നുള്ള ആഹാരം മാത്രം. അബദ്ധവശാൽ എനിക്ക് തേക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. നമുക്ക് കടയിലോട്ട് പോകാം. ബോയ്സ്, ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് തുടങ്ങിയതാണ്.
ആ വെയിറ്റർ ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു 5-6 ടൈറ്റം ആയെന്ന് തോന്നുന്നു. ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ പൊളിയാൻ പോകെ. നീ കൊടുക്കുന്ന വിശപ്പ് രാവിലെ വെറും ആ തൈരും അതൊക്കെ എങ്ങനെ കഴിച്ചുള്ളൂ. ഇത്രയും ഫുഡ് ഉണ്ട്, ഇനിയും വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കഴിച്ചേക്കാം. എവിടെ വെച്ച് തുടങ്ങുമെന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും തുടങ്ങാം. ഫ്രൈഡ് റൈസ് കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് വരുന്നതായിട്ട് പോകാം. അതെന്തായാലും ഇനി പാക്ക് ചെയ്തേക്കാം. എനിക്ക് അതുകൊണ്ട് കഴിക്കാം, പക്ഷേ വേണ്ടടേ. ഇത്രയും ഫുഡ് മതി. നാളെ ഇന്റർവ്യൂ ഒക്കെ ഉള്ളതാണ്. അങ്ങനെ വയറ് നിറഞ്ഞിരിക്കും രാവിലെ ആകുമ്പോൾ. സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകണമെങ്കിൽ ഇത് കഴിക്കരുത്. നമുക്ക് പേ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ കാറ് ബുക്ക് ഇട്ടിട്ടുണ്ടോ എൻ്റെ എന്ത് ചെയ്യാനാ. നാളെ ഇന്റർവ്യൂക്കും പോകണം, പിന്നെ ഒരു ചാലഞ്ചിനും പോകണം. അപ്പോൾ അതിന് ബൈക്കിലൊന്നും സീനായിരിക്കും. ബൈക്ക് നടക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ഫോൺ ഹോൾഡറൊന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല. എന്തായാലും വീട്ടിൽ എത്തട്ടെ. ഓൾറെഡി 12:30 ആയി. വീട്ടിൽ എത്തുമ്പോൾ അച്ഛനും എല്ലാം പറയുമെന്ന് അറിയത്തില്ല. ബോയ്സ് അപ്പോൾ അച്ഛൻ വന്ന് ഗേറ്റ് തുറന്നു. ഗേറ്റില്ല, വാതിൽ തുറന്നു. ഒന്നും പറഞ്ഞില്ല, എന്താ അറിയത്തില്ല. വഴക്കൊന്നും കിട്ടില്ല എനിക്ക്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർത്താം. നമുക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട്, ചാലഞ്ച് വീഡിയോ ചെയ്യണം, അതെല്ലാം ചെയ്യണം. രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. പെട്ടെന്ന് കിടന്ന് ഇറങ്ങട്ടെ. ഐ ഹോപ്പ് യു ഗൈസ് വണ്ടർഫുൾ ആൻഡ് വണ്ടർഫുൾ ആയിട്ട്. I'll see you guys next time. Till then, take care. Peace.